നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ ചില അഭിമുഖങ്ങൾ അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്സ് കാണുകയുണ്ടായി. അതിലെല്ലാം രമേശ് ചെന്നിത്തല ഒരു സ്ഥലത്ത് പോലും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ പറ്റി അഭിനന്ദിക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വാക്കോ കേട്ടില്ല. നേരെ മറിച്ച് അദ്ദേഹം പറഞ്ഞത് താൻ 5 കൊല്ലം പ്രതിപക്ഷ നേതാവായിരുന്നു, താൻ 5 കൊല്ലം UDF ഭരിച്ച വ്യക്തിയാണ്, താനും ഇതുപോലെ ഇലക്ഷൻ നടത്തിയിട്ടുണ്ട്, എന്നെ ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചില്ല എന്നെല്ലാം പറഞ്ഞ് LKG പിള്ളേർ കരയുന്ന പോലെ അതുപോലെ ഇരുന്ന് പറഞ്ഞ് ഇരിക്കുന്ന വീഡിയോസ്. ഒരു തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തിന്റെ മുന്നണി ജയിച്ചു കഴിഞ്ഞാൽ അത് ആ ക്രെഡിറ്റ് മുഴുവൻ മുഖ്യമന്ത്രിയിലേക്ക് പോകും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നമ്മൾ കണ്ടതാണ്. അതേസമയം പ്രതിപക്ഷം വിജയിക്കുമ്പോൾ, അതും ഒരു ഭരണപക്ഷ സീറ്റ് പ്രതിപക്ഷം പിടിച്ചെടുക്കുമ്പോൾ, അത് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വിജയമായി ഉയർത്തപ്പെടുന്നുണ്ടോ? ഒരു പ്രമുഖ ദിനപത്രം തെരഞ്ഞെടുപ്പ് ഫലമെന്ന് അടുത്ത ദിവസം മുൻ പേജിൽ എഴുതിയ വാക്ക് പുതിയ ക്യാപ്റ്റൻ എന്നാണ്. അല്ല, ഞാൻ ഈ ഉപതെരഞ്ഞെടുപ്പ് ഒന്ന് ജയിച്ചപ്പോൾ എന്നെ ആരും അങ്ങനെ ക്യാപ്റ്റനെ വിളിച്ചില്ലല്ലോ. എത്രയോ ഉപതെരഞ്ഞെടുപ്പ് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ജയിച്ചല്ലോ. അന്ന് ക്യാപ്റ്റനുള്ള പദവി എനിക്ക് തന്നില്ല. അതെന്താ തരാഞ്ഞത്? ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയോടുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ ബഹുമാനമാണ് അവിടെ നഷ്ടപ്പെട്ടത്. ആ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് രമേശ് ലക്ഷ്യം വയ്ക്കുന്നത് അടുത്ത മുഖ്യമന്ത്രി കസേരയാണ്. നിങ്ങളുടെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തതായിട്ട് ഒരു MLA പോലും ആകാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രമാത്രം ആൾക്കാരുടെ വെറുപ്പ് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ നേടിയെടുത്തു. അഭിനന്ദനം മിസ്റ്റർ രമേശ്, അഭിനന്ദനം. നിങ്ങൾക്ക് പണ്ടും ലക്ഷ്യം മുഖ്യമന്ത്രി കസേരയായിരുന്നു. പാർട്ടിയുടെ വിജയം നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടായിരുന്നില്ല. നിങ്ങൾ അതൊന്നും ഒരു വില വെച്ചില്ല. ശ്രീ ഉമ്മൻചാണ്ടിനെ മാറ്റി നിങ്ങൾ പ്രതിപക്ഷ നേതാവായില്ലേ? അതുപോലെ ഇപ്പോൾ വി ഡി സതീശനെ മാറ്റി ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ CM കസേരയ്ക്ക് വേണ്ടി മോഹിച്ചിരിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? നിങ്ങളും ഇതുപോലെ ബൈ ഇലക്ഷനെല്ലാം നേടി അല്ലെങ്കിൽ വർക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ PV അൻവറിനെ പോലെ ഒരു വൻമരം, അതായത് 9 കൊല്ലം ഭരിച്ച ഒരു മനുഷ്യനെ മാറ്റി നിർത്തി, സ്വന്തം പാർട്ടിയിലേക്ക് വേണ്ട എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ മാറ്റി നിർത്തി ഒരു ഇലക്ഷൻ നടത്തി വി ഡി സതീശനെ നിങ്ങൾ അഭിനന്ദിക്കണം. അതുപോലെ ഒരു ഇലക്ഷൻ നിങ്ങൾ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ? PV അൻവറാണ് ജയിച്ചതെങ്കിൽ, UDF തോറ്റുവെങ്കിൽ നിങ്ങൾ ആ ഒരു കാരണം, നിങ്ങൾ ആര് കാരണമാണോ സംഭവിച്ചത് അത് വി ഡി സതീശന്റെ തലയിലേക്ക് കെട്ടിവെക്കുമായിരുന്നില്ലേ? ജയിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞാനും കുഞ്ഞാലിക്കുട്ടിയും മറ്റേയാളും കൂടി ഒന്നിച്ച് തീരുമാനിച്ചു. നാണമില്ലേ മിസ്റ്റർ? എല്ലാവരും കൂടെ കൂട്ടായി എടുത്ത തീരുമാനമാണ്. ഇനിയും നമുക്ക് നമ്മുടെ വഴിയിലൂടെ പോകാം. അത് യുനാനിമസായ തീരുമാനമായിരുന്നു. അത് ഞാനും കുഞ്ഞാലിക്കുട്ടിയും മറ്റ് ഘടകകക്ഷി നേതാക്കന്മാരെല്ലാം പങ്കാളികളായിരുന്നു. അതുകൊണ്ട് ഞാൻ UDFനെ 5 വർഷക്കാലം നയിച്ച ഒരാളാണ്. UDF ഒരു തീരുമാനമെടുത്ത ആ തീരുമാനം അക്ഷരം പ്രതി അനുസരിക്കാൻ എനിക്കും ബാധ്യതയുണ്ട്, കേരളത്തിലെ UDF പ്രവർത്തകർക്കും ബാധ്യതയുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങളൊരു മിന്നുന്ന വിജയം നേടി. ഞാനൊരു കാര്യം ചോദിക്കും, ഞാൻ എവിടെയാണ് അനൂപെ ഇദ്ദേഹത്തെ തിരിച്ചെടുക്കണമെന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ? ഏഷ്യാനെറ്റിൻ്റെ പല ചർച്ചകളും ഞാൻ കേട്ടു. ഞാൻ എവിടെയാണ് പറഞ്ഞത്? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ ഓരോ അഭിപ്രായങ്ങൾ പറയും. ഇത്ര നാളെ നിങ്ങളിത് പറഞ്ഞില്ലല്ലോ. ജയിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ കുഞ്ഞാലിക്കുട്ടിയും മറ്റോരും ഒക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെ പറഞ്ഞിരിക്കാൻ? നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ധൈര്യമുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല PV അൻവറിനെ മാറ്റി നിർത്താൻ ഞാനും ഉണ്ടായിരുന്നുവെന്ന്? അന്ന് നിങ്ങൾ എന്തുകൊണ്ട് വി ഡി സതീശൻ മാത്രമല്ല ഞങ്ങളെല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞില്ല? നിങ്ങളൊരു തെറ്റാണ് മിസ്റ്റർ രമേശ്, നിങ്ങളൊരു തെറ്റ്. നിങ്ങളുടെ മനസ്സിലുള്ളത് മുഖ്യമന്ത്രി കസേര മാത്രമാണ്. സ്വന്തം പാർട്ടി വളരണമെന്നൊരു ചിന്ത നിങ്ങൾക്കില്ല. അതാണ് നിങ്ങളുടെ തോൽവി.